ഇന്ന് നമുക്ക് മാവിൽ കൊണ്ടൊരു സൂത്രം ചെയ്യാം. കാണിച്ചു തരാം കേട്ടോ. ഇത് എത്ര ഗുണമുള്ള സാധനമാണെന്നറിയോ? നമുക്കിത് വെച്ചൊരു കാര്യം ചെയ്യാം. ഉണ്ടോ, ഞാനൊരു മാവില പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ, വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് പറക്കുന്ന പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കാം. നല്ലപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ക്രബ്ബർ വെച്ചൊക്കെ ഒന്ന് ഉരച്ചാലും നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഈ ഇലക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ഉള്ള ഇലക്ക് കറുത്ത നിറത്തിലിങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചാൽ പോകാവുന്നേ ഉള്ളൂ. ഈ ഇല കഴുകിയെടുക്കുക. കണ്ടോ, നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ വെള്ളം കളയില്ല. നമ്മളിതിവിടെ മാവില നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ, ഈ നടുക്കത്തെ തണ്ട് കണ്ടോ, ഇതിനിങ്ങനെ കട്ട് ചെയ്ത് മീൻസ് ഇങ്ങനെ ഈർക്കിലിയുടെ രണ്ട് സൈഡും ഓല എടുക്കുന്ന പോലെ ഈ തണ്ട് മാത്രം ഇങ്ങനെ കീറിയെടുക്കുക. കണ്ടോ, ഇങ്ങനെ കീറിയെടുക്കാം. ഈ അറ്റത്തെ വശം പഴയ ആളുകൾക്ക് അറിയാൻ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അറ്റത്തെ വശം ഇങ്ങനെ എടുത്ത് മാറ്റുക. ഇതിൻ്റെ വാല് വേണ്ട. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുമാണ്. ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം. ഇതിൻ്റെ അരികെ കളഞ്ഞാൽ നല്ലതാണ്. ഈ നാരുണ്ടല്ലോ അത്. ഇതിനിങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് റോളാക്കി എടുക്കണം. കണ്ടോ, ഇങ്ങനെ റോളാക്കി എടുക്കുക. റോളാക്കി എടുത്തിട്ട് അറ്റൻ രണ്ടും ഒന്നിച്ച് നിൽക്കണില്ല, അതാണ് കീറിക്കളഞ്ഞത്. ഇനി നമുക്കിത് റോളാക്കി എടുത്തല്ലോ, ലെവലി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ അറ്റം ഇങ്ങനെ കടിച്ച് ചതച്ച് വെക്കണം. ചതച്ച് ഈ ബ്രഷിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചതച്ച് വെക്കുക. അത്രത്തോളം വേണ്ട, എന്നാലും ഒന്ന് നമുക്കിങ്ങനെ ഉരക്കാനൊക്കെ ഇട്ട്. കണ്ടോ, ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ടോ. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ നന്നായിട്ട് മോണ കൂടെയൊക്കെ ചേർത്ത് നന്നായിട്ട് തേക്കുക. ചതച്ച് കട്ട് ചെയ്ത് നന്നായിട്ട് തേക്കുക. ആണോ, ഹലോ, ആണോ, ആ മാവെല്ലാം ഇട്ട് കടിച്ചാൽ ഇതിൻ്റെ വെള്ളം മുഴുവൻ മോണക്കും ഒക്കെ ആവും. കണ്ടോ, ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം.
അതിൻ്റെ പിശറ് വായിൽ വന്നത് ചവച്ച ശേഷം ആ വെള്ളമെല്ലാം കൂടി അങ്ങ് നമുക്ക് തുപ്പിക്കളയാം. അപ്പോൾ പല്ലിൻ്റെ അവിടുത്തെ ആ ഒരു വഴുവഴുപ്പും മോണയുടെ അസ്വസ്ഥതയുള്ള ആ ഇതെല്ലാം പോകും അതോടൊപ്പം. എന്നിട്ട് നമുക്ക് വീണ്ടും ബാക്കി ഭാഗം ഉണ്ടല്ലോ അതും ഇതേപോലെ ചതച്ചെടുത്തിട്ട് പല്ല് തേക്കാം. ലാസ്റ്റ് ഇത് വരുന്നത് നമ്മൾ വായിലിട്ട് ചവക്കുക, അണപ്പല്ലും ഒക്കെ. കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചതുപോലെ മാവലെടുത്ത് നന്നായി തേക്കുക, അത് ചതച്ചിട്ട് പല്ല് മോണയിലൊക്കെ ഇട്ട് ചവച്ച് അതിൻ്റെ നീര് മോണയിലും എല്ലായിടത്തും ആക്കുക. അങ്ങനെ ആ ലാസ്റ്റ് വരുന്നതും വായിലിട്ട് ചവച്ച് അതിൻ്റെ നീരൊക്കെ മോണയിലാക്കി തുപ്പിക്കളയണം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചൂട് ചായ കുടിക്കുമ്പോൾ, തണുത്ത ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ, തണുത്ത വെള്ളം കുടിക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ തണുപ്പും ചൂടും കൂടുതലായിട്ടുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല്ല് പുളിക്കുക, പല്ലിന് ഒരുതരം മരവിപ്പ്, ഒരു വേദനയോട് കൂടിയുള്ള ഒരു മരവിപ്പ്, അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് കുറച്ച് ഏജായ ചെറുപ്പക്കാർക്കും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും കൂടുതലും കുറച്ച് ഏജൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാവല ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ആശ്വാസം കിട്ടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുവാണ്. നമ്മൾ ആ വെള്ളം എടുത്തിട്ട് മോണയിലൊക്കെ ഇങ്ങനെ കൊപ്പിളിച്ച് എന്നിട്ട് വേണം തുപ്പിക്കളയാൻ. പിശർ ആദ്യം കളഞ്ഞിട്ട് ആ വെള്ളം വായിൽ വെച്ചിട്ട് മോണയിലൊക്കെ ഒന്ന് കൊള്ളിച്ചിട്ട് ശേഷം തുപ്പിക്കളയാം. അങ്ങനെ അത് ലാസ്റ്റ് വരെയും അങ്ങനെ ചെയ്യാം. ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ അതങ്ങോട്ട് കുറേ നാളത്തേക്ക് നമുക്ക് ഈ അപ്പം തന്നെ മാറും. കുറേ നാളത്തേക്ക് നമുക്കിത് ഈ മോണയുടെ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതിന് പിന്നെ ഇതേപോലെ അസ്വസ്ഥത, ഇങ്ങനെ മോണ തണുത്തതും ചൂടും കഴിക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട്, ഒരു പുളിപ്പ് പോലെ മരവിപ്പ് പോലെ ഇങ്ങനെ അസ്വസ്ഥത വീണ്ടും ഇതുപോലെ മാവല കൊണ്ട് തേച്ച് 2-3 ദിവസം അടുപ്പിച്ച് തേക്കുക. അപ്പോൾ വേഗം പെട്ടെന്ന് ആ മോണയുടെ ബുദ്ധിമുട്ട് വേഗം മാറും. നല്ലൊരു ഔഷധമാണ് ഈ മാവിൻ്റെ ഇല കേട്ടോ. ഞാനിത് ശരീരത്തിന് നീർക്കിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇലകളൊക്കെ കൂടി പൊടിച്ച് വെച്ച ഒരിതുണ്ട്. അതിൽ ഞാൻ ഈ മാവിലയും ചേർത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ തേക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും ആശ്വാസമാണെന്ന് മനസ്സിലായതുകൊണ്ട്, അപ്പം നമുക്ക് മോണക്ക് ഇത്ര തേക്കുമ്പോൾ ഇത്രയും ഗുണമാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ കുറേ കൂടി സ്ട്രോങ് ആവുകയല്ലേ ചെയ്യണേ. അപ്പം ഞാനതുകൊണ്ട് അതും ചേർത്തിട്ടൊക്കെ പൊടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ പല്ലിനെ അസ്വസ്ഥത തോന്നുന്ന ആൾ, നമുക്ക് വളരെ അത്യാവശ്യമുള്ളത്, മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഭക്ഷണങ്ങളല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഏറ്റവും അത്യാവശ്യം നിത്യം ആവശ്യമുള്ള ഒരു സാധനം. അപ്പം നമുക്കത് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പല്ല് മോണൊക്കെ ഭംഗിയായിട്ട് ആരോഗ്യത്തോടെ ഇരുന്നാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ആ അസ്വസ്ഥത മാറിക്കിട്ടും കേട്ടോ. എല്ലാവരും അത് ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, നമ്മൾ വെറുതെ അത് പല്ല് നശിച്ചു പോയി, മോണ കേടായി തുടങ്ങി എന്നോർത്ത് വിഷമിക്കേണ്ട. ഈ മാവല കൊണ്ട് നമുക്ക് എളുപ്പം മാറ്റിയെടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു അറിയാൻ പറ്റും. ഒരു 3 ദിവസം ചെയ്യുക. 3 ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ടങ്ങ് മാറും. പിന്നെ കുറേ നാൾ നമ്മുടെ പഴയ മോണയും പല്ലും ഒക്കെ അല്ലേ അസ്വസ്ഥത ഉണ്ടായിട്ടുള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഈ നീർക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്കാണ് മോണക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് വീണ്ടും തോന്നി തുടങ്ങുമ്പോൾ ഇതുപോലെ മാവിൻ്റെ ഇതിട്ട്, അല്ല മാവ് ആഴ്ചയിൽ 1 ദിവസം തേച്ചാൽ അത്രയും നമ്മുടെ മോണയ്ക്കും പല്ലിനും ആരോഗ്യം കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കേടില്ലാത്ത കുട്ടികളായാൽ പോലും, ഇപ്പം നിങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ
ഒത്തിരി കെമിക്കലും ഒക്കെ പഴയ പോലെ നമ്മൾ കഴിച്ച കാലത്തുള്ള പോലെയുള്ള ഭക്ഷണ രീതികളല്ലല്ലോ. കൂടുതലും കുട്ടികൾ പുറത്തുനിന്നൊക്കെ അല്ലേ ഭക്ഷണം കഴിക്കുന്നത്, വീട്ടിൽ നിന്നുള്ളത് കുറവല്ലേ. പിള്ളേർ കൂടുതലും ജോലി പഠിത്തം എല്ലാം ഒക്കെ ആയിട്ട് പിള്ളേരെല്ലാവരും പുറത്താണ്. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കെമിക്കലിൽ ചേർന്നതാണ്. നമ്മുടെ പോലെ നാടൻ നോക്കി കഴിക്കുക അങ്ങനത്തെ ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ലല്ലോ. അറിയാത്തല്ല, അവർക്കത് അതിന് സാധ്യതയില്ല ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് അപ്പം എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യട്ടെ. നമ്മുടെ മോണയ്ക്ക് പല്ലിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് മാവിലയിട്ട്. ആഴ്ചയിൽ ഒരു മാസത്തിലൊന്ന് തേച്ചാൽ പോലും അതിൻ്റെ ഗുണം നിൽക്കുന്നുണ്ട്. അപ്പം ആഴ്ചയിൽ തേച്ചാൽ അത്രയും വളരെ നല്ലതാണ്. മോണ, ചെവിയുടെ ഇവിടെ നിന്നൊക്കെയുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, മാറിക്കിട്ടും കേട്ടോ. എല്ലാവരും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ വേദന, ബുദ്ധിമുട്ട്, കട്ടുകഴപ്പ് വേദന പോലെയൊക്കെ തോന്നും. പല്ല് കേടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ മോണയുടേതായ എന്തോ അസ്വസ്ഥത കൊണ്ടുവരുന്നതാണ് ആ പല്ല് പുളിപ്പ്, കട്ടുകഴപ്പ് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ഏത് തരം അസ്വസ്ഥതയാണെങ്കിലും മോണയൊക്കെ നല്ല സ്ട്രോങ് ആവാനായിട്ട് ഈ മാവില വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ച് വലിയ ഉപകാരം. അപ്പം കൂടാതെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ തമ്മിൽ. എങ്കിൽ മാത്രമേ എൻ്റെ ഇത് എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പം എല്ലാവർക്കും കണ്ടതിൽ വളരെ സന്തോഷം. അപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇത് ചെയ്യുക. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പണ്ടത്തെ കാരണന്മാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. പണ്ടൊക്കെ ഇങ്ങനെയാണല്ലോ, മാവില ഇതൊക്കെ വെച്ചാണല്ലോ പല്ല് തേക്കുന്നത്. അപ്പം അന്നൊന്നും ഇന്നത്തെ അത്രയും പല്ലിന് കൂടുതലും മോണയ്ക്കൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളത്. അപ്പം ഈ നിസ്സാരമായി നമ്മുടെ പറമ്പിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ച് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഒരു 3 ഇലയുടെ ആവശ്യമുള്ളൂ. കുറേ നാൾ നമ്മുടെ പല്ലിനെ സേഫായിട്ട് വെക്കാൻ പറ്റും. ഒരെണ്ണം തേക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ. എല്ലാവരും അത് ചെയ്യണം. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവരോടും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും പ്രത്യേകം താങ്ക് യു. ഓക്കെ.